പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കായുള്ള പ്രത്യേക ഗ്രാമസഭ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിക ദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണം അത് നാളെയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഇന്നത്തെ ജീവിതശൈലിയിലും ഭക്ഷണ രീതികളും കാരണം പ്രമേഹം ഉൾപ്പെടെ നിരവധി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങളെ ഫലപ്രദമായി നേരിടാൻ വിദഗ്ധരുടെ പരിചരണവും കൃത്യമായ ചികിത്സയും അനിവാര്യമാണ്. കുമളിയിൽ പ്രവർത്തിക്കുന്ന MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്റർ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമർപ്പിതരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമൊരുക്കിയിരിക്കുന്നു. പ്രമേഹം അഥവാ ഡയബറ്റിക്സ് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പരിചയസമ്പന്നനായ ഡയബറ്റോളജിസ്റ്റിന്റെ പ്രത്യേക സേവനം ലഭ്യമാണ്. ഉള്ളിലെ അസുഖങ്ങളോ ശരീരവേദനകളോ ആരോഗ്യ സംബന്ധമായ ഏത് പ്രശ്നങ്ങളായാലും കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കാൻ വിദഗ്ധനായ ഫിസിഷ്യന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ജനറൽ OP, എക്സ്റേ, സ്കാനിംഗ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സമഗ്ര ചികിത്സാ സേവനങ്ങളാണ് MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ഹോളിഡേ ഹോമിന് സമീപം കുമളിയിലാണ് MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്റർ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ ചുവടിലും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം. MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്റർ കുമളി. ആരോഗ്യമാണ് സമ്പത്ത്. അതിന്റെ സംരക്ഷണം ഇന്ന് തന്നെ ആരംഭിക്കൂ. 2024 കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ ഭവനം ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് ഫീൽഡ് തലത്തിൽ നടത്തി തയ്യാറാക്കി അനുമതിക്കായി അയച്ചത്. ഇതിൽ 284 പേർക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീട് ലഭിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ത്രിതല പഞ്ചായത്തുകളുടെയും കേന്ദ്ര വിഹിതവും കൂടി ലഭിക്കുന്നത്. 450 സ്ക്വയർ ഫീറ്റിൽ കുറയാതെയുള്ള വീട് നിർമ്മിക്കണം എന്നുള്ളതാണ് പദ്ധതിയിലെ മാനദണ്ഡം. ഇതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവർക്ക് PMAY പദ്ധതിയിൽ യോഗ്യത ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും. സർക്കാർ നൽകുന്ന പണം കൃത്യമായി ഉപയോഗിക്കണം. വീട് എന്ന സ്വപ്നം മുഴുവൻ ഭവനരഹിതരായിട്ടുള്ള ആളുകളും സാക്ഷാത്കരിക്കണം എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിക ദാസ് PMAY പ്രത്യേക ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പറഞ്ഞായിരുന്നു. വിവിധ തലങ്ങളിലുള്ള ആളുകൾ വീടാന്തരം സർവേ ചെയ്ത് ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അർഹതയുള്ളവരാണ് എന്ന് കണ്ടെത്തിയ ആളുകളുടെ ലിസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നു. ആ ചെയ്ത ആളുകളെ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടാണ് 2024 ലിസ്റ്റായി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 284 പേരുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. PMAY പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമ, ബ്ലോക്ക്, ജില്ല, സംസ്ഥാന, സെൻട്രൽ ഗവൺമെന്റുകളുടെ ഫണ്ടിങ്ങിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. സുന്ദർരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VEO ഷിജു സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല, അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല കുളത്തിങ്കൽ, അബ്ദുൾ റഷീദ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. സെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത നേശയ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും 120ഓളം ഗുണഭോക്താക്കളുമാണ് പരിപാടിയിൽ പങ്കാളികളായത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ എഗ്രിമെന്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.